ഹായ്. വിഷുവിന് പ്രധാനം വിഷുക്കണിയും വിഷുക്കട്ടയുമാണ്. അപ്പോൾ വിഷുക്കണി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് കഴിഞ്ഞ് ഇപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നു. അതിലേക്ക് അത് കാണാം. അങ്ങനെ വിഷുവിൻ്റെ പ്രധാന സ്പെഷ്യലാണ് വിഷുക്കണിയും വിഷുക്കട്ടയും. അപ്പോൾ രണ്ടും റെഡി ആയിരിക്കുന്നു. വിഷുക്കട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഉണക്കലരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തേങ്ങ ചിരിയും മൂന്നാം പാലിലാണ് ഈ അരി വേവിച്ചിരുന്നത്. പിന്നെ വെന്ത് കഴിഞ്ഞ് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. മൂന്നാം പാലിൽ ഉണക്കലരി കുതിർത്തത് ഇട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. ഉരുളി അടുപ്പത്ത് വെച്ച് ഈ വേവിച്ചത് അതിലിട്ട് നന്നായി വെള്ളം വറ്റിച്ചെടുക്കണം. നന്നായി തിളച്ച് വറ്റിക്കൊണ്ടിരിക്കട്ടെ. ഇനി രണ്ടാം പാൽ ഒഴിക്കണം. ജീരകവും ഉപ്പൊക്കെ ഇട്ട് നന്നായി തിളച്ച് കൊടുത്താൽ ഇപ്പം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഇപ്പം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി കൊഴുത്തായി വരണം. നന്നായി രണ്ടാം പാലിട്ട് തിളച്ചായി തുടങ്ങി. ഇനി ഞാൻ നല്ല പാൽ ഒഴിക്കാൻ പോവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആദ്യം പിഴിഞ്ഞ് വെച്ചപ്പോൾ അങ്ങനെ വെള്ളം വറ്റി തുടങ്ങി കട്ട രൂപത്തിലായി തുടങ്ങി. അങ്ങനെ വിഷു കട്ട റെഡി ആയിരിക്കണം. ഇനി ഇത് ഇലയിലേക്ക് പരത്തണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ശർക്കര ഉരുക്കട്ടെ. ശർക്കര രണ്ടാം പാലിലാണ് കുറച്ച് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഉരുക്കണം. വിഷുവിൻ്റെ പ്രധാന സ്പെഷ്യലാണ് അത്. വിഷുക്കട്ട റെഡി ആയിരിക്കുന്നു. ഇനി ഇത് ഇലയിലേക്ക് പരത്തിയിട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ ശർക്കര ഉരുക്കട്ടെ. ശർക്കര രണ്ടാം പാലിൽ ഇട്ട് നന്നായി തിളപ്പിച്ച് ഇനി ഒന്നാം പാൽ ഒഴിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ രണ്ടാം പാലിലെ ശർക്കര നന്നായി തിളച്ചു. ഇനി കുറച്ച് ഒന്നാം പാൽ ഒഴിക്കും. എന്നിട്ട് കൊടുത്തായിട്ട് എടുക്കും. അങ്ങനെ ഒന്നാം പാൽ ഒഴിച്ച് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് കൊടുത്താകുമ്പോൾ നിർത്തി ശർക്കരപ്പാനി ആവും. അപ്പോൾ ശർക്കരപ്പാനി റെഡിയാവും. അങ്ങനെ ശർക്കരപ്പാനി റെഡി ആയിരിക്കുന്നു. അതിൽ ജീരകം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ശർക്കരപ്പാനി ശരിയായിരിക്കുന്നു. അങ്ങനെ ശർക്കരപ്പാനി റെഡിയായിരിക്കുന്നു. ഹായ്. എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലായിരിക്കല്ലേ? ഞാനും തിരക്കിലായിരുന്നു കേട്ടോ. കണിയൊരുക്കി കണ്ണന് മുന്നിൽ വിഷുക്കട്ടയും ശർക്കരപ്പാനിയും വെച്ചിട്ടുണ്ട്. കണ്ണനും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ കണ്ണൻ പിണങ്ങൂലേ? അത് കണ്ണന് മുന്നിൽ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. എൻ്റെയും കണ്ണൻ്റെയും വിഷു ആശംസകൾ.